അഫോർഡ്. ദി വേർഡ് അഫോർഡ്. അഫോർഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അഫോർഡ് ഒരു വെർബാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഐ ക്യാൻ അഫോർഡ് ടു ബൈ എ ന്യൂ ഫോൺ. എനിക്ക് ഒരു പുതിയ ഫോണ് മേടിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഐ ക്യാൻ അഫോർഡ് ടു ബൈ എ ന്യൂ ഫോൺ. അതായത് പുതിയൊരു ഫോൺ മേടിക്കുവാനുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഐ ക്യാൻ അഫോർഡ് ടു ബൈ എ ന്യൂ ഫോൺ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ കാൻ അഫോർഡ് ടു ബൈ എ ന്യൂ ഫോൺ. ഇത് അതിൻ്റെ നെഗറ്റീവാണ്. ഇതിൻ്റെ ആശയം എന്ന് വെച്ചാൽ എനിക്ക് പുതിയൊരു ഫോണ് മേടിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. മീൻസ് പുതിയൊരു ഫോൺ മേടിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. ഐ കാൻ അഫോർഡ് ടു ബൈ എ ന്യൂ ഫോൺ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹൗ മച്ച് ക്യാൻ യു അഫോർഡ് ടു സ്പെൻഡ് ഓൺ എ കാർ. ഒരു കാറിനായിട്ട് അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുവാനായിട്ട് താങ്കൾക്ക് എന്തുമാത്രം പണം ചിലവാക്കുവാൻ കഴിയും എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഹൗ മച്ച് ക്യാൻ യു അഫോർഡ് ടു സ്പെൻഡ് ഓൺ എ കാർ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹൗ മച്ച് ക്യാൻ യു അഫോർഡ് ടു സ്പെൻഡ്. താങ്കൾക്ക് എന്തുമാത്രം പണം ചിലവാക്കുവാൻ കഴിയും അല്ലെങ്കിൽ എന്തുമാത്രം പണം താങ്കളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഹൗ മച്ച് ക്യാൻ യു അഫോർഡ്. താങ്കൾക്ക് എന്തുമാത്രം പണം ചിലവാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാവുന്നതാണ് വാട്ട് ക്യാൻ യു അഫോർഡ്. സെയിം ആശയം തന്നെയാണ്. താങ്കൾക്ക് എന്തുമാത്രം പണം ചിലവാക്കുവാൻ കഴിയും അല്ലെങ്കിൽ താങ്കളുടെ കയ്യിൽ എന്തുമാത്രം പണം അവൈലബിൾ ആണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആശയം. നെക്സ്റ്റ്, ഐ ക്യാൻ അഫോർഡ് ടു സ്പെൻഡ് $6,000 ഓൺ എ കാർ. എനിക്ക് കാറിനായിട്ട് അല്ലെങ്കിൽ കാറ് മേടിക്കുവാനായിട്ട് $6,000 ചിലവാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഐ ക്യാൻ അഫോർഡ് ടു സ്പെൻഡ് $6,000 ഓൺ എ കാർ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ ക്യാൻ അഫോർഡ് എ മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് എബൌട്ട് $150. എനിക്ക് മന്ത്ലി പേയ്മെൻറ്റ് $150 ചിലവാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഐ ക്യാൻ അഫോർഡ് എ മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് എബൌട്ട് $150. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ടോം ഹാസ് ടു മൂവ്. ടോം മാറണം. ഹീ ക്യാൻ നോ ലോങ്ങർ അഫോർഡ് ഹീസ് അപ്പാർട്ട്മെൻറ്റ്. ടോമിന് ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് കൊടുക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഹീ ക്യാൻ നോ ലോങ്ങർ അഫോർഡ് ഹീസ് അപ്പാർട്ട്മെൻറ്റ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹീ ക്യാൻ നോ ലോങ്ങർ അഫോർഡ് ടു പേ ദ റെൻറ്റ് ഫോർ ഹിസ് അപ്പാർട്ട്മെൻറ്റ്. ടോമിന് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. മീൻസ് അതിനുള്ള പണം അവൻ്റെ കയ്യിലില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സാറ ഫൗണ്ട് എ ഗുഡ് ജോബ് ദാറ്റ് പേസ് വെൽ. സാറ നല്ലൊരു ജോലി കണ്ടുപിടിച്ചു, നല്ല സാലറിയുള്ള. ഷീ ക്യാൻ നൗ അഫോർഡ് ടു ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. അവൾക്കിപ്പോൾ പുതിയൊരു കമ്പ്യൂട്ടർ മേടിക്കുവാൻ സാധിക്കും. മീൻസ് അതിനുള്ള പണം അവളുടെ കയ്യിലുണ്ട് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. ഇനി അഫോർഡബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അഫോർഡബിൾ ഒരു അഡ്ജക്റ്റീവാണ്. അഫോർഡബിൾ ചേർത്ത് വെച്ചുള്ള 2-3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. നമ്മൾ കടകളിലൊക്കെ ചെന്നാൽ വളരെ വില കൂടിയ സാധനങ്ങൾ കാണുമ്പോൾ, അതായത് നമുക്ക് മേടിക്കാൻ പറ്റാത്ത വളരെ വില കൂടിയ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസാണിത് ദിസ് ഈസ് ഇൻ അഫോർഡബിൾ. എന്ന് വെച്ചാൽ ഇത് മേടിക്കുവാനുള്ള പണം എൻ്റെ കയ്യിലില്ല, അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല എന്നാണ് അതിൻ്റെ ആശയം. ദിസ് ഈസ് ഇൻ അഫോർഡബിൾ. ഇത് മേടിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് നോട്ട് അഫോർഡബിൾ. അത് മേടിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല, അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഈസ് ഇറ്റ് അഫോർഡബിൾ. ഇത് അഫോർഡബിൾ ആണോ? നെക്സ്റ്റ്, ഐ എം ലുക്കിംഗ് ഫോർ ആൻ അഫോർഡബിൾ കാർ. ഞാനൊരു അഫോർഡബിൾ കാർ നോക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് മേടിക്കാൻ പറ്റാവുന്ന, എനിക്ക് നോക്കാൻ പറ്റാവുന്ന, എനിക്ക് മെയിൻ്റനൻസും കാര്യങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു കാറ് നോക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ ആൻ അഫോർഡബിൾ കാർ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ക്യാൻ യു അഫോർഡ് ടു ബൈ ഇറ്റ്. നിങ്ങൾക്കിത് മേടിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾക്കിത് മേടിക്കുവാനുള്ള പണമുണ്ടോ?